അവിടെ എല്ലാ വീടുകളും ഒന്ന് കയറി ഇറങ്ങാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അതും പറഞ്ഞ് ദിനേശും വെച്ചതും എല്ലാവരും ദേവിയുടെ വീട്ടിന്റെ ഭാഗത്തേക്ക് വണ്ടിയെടുത്തു. ദാ ഏത് ഭാഗത്ത് അവളെ നീ കണ്ടത്? ദാ ഈ ഭാഗത്ത് നിന്ന്. പിന്നെ ധോനി തന്നെയാണോ എന്ന് അറിയാൻ ഫോട്ടോ എടുക്കുമ്പോഴേക്കും അവളുടെ ഒരു പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും അവൾ ഉണ്ടാവും. ഇവിടെ എല്ലാം തിരിയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആ രാവണന്റെ വീട്ടിലേക്ക് പോകണ്ട. രാവണന്റെ വീടോ? അത് പാലക്കൽ ദേവിയുടെ വീടാ. കേട്ടിട്ടുണ്ട് അയാളെ പറ്റി, പക്ഷെ കൂടുതൽ അറിയില്ല. അങ്ങോട്ട് ഞങ്ങളും ഇല്ല. ഇനി ഇവിടെ ഉണ്ടെങ്കിലോ? ഇവിടെ ലോക്കൽസിനെ താമസിപ്പിക്കില്ല, അതുകൊണ്ട് നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അവർ ആ പരിസരമെല്ലാം തിരയാൻ തുടങ്ങി. മോളെ, കുഞ്ഞിന്റെ ഡ്രസ്സ് കഴുതെല്ലാം മുകളിൽ അയൽ കൊണ്ട് വിരിച്ചോ? ശരി അമ്മച്ചി. പിന്നെ ധോനി ടെറസിലെത്തിയതും അവിടെ ദിനേശിനെയും അവന്റെ കൂട്ടങ്ങളെയും കണ്ട് അവൾ താഴേക്ക് ഓടിയിറങ്ങി. എന്താ മോളെ, എന്തു പറ്റിയത്? മുഖം എന്തോ കണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ. ദിനേശും റോഡിൽ നിൽക്കുന്ന അമ്മച്ചി, എനിക്ക് പേടിയാവുന്നു. എന്നെ കൊണ്ടുപോകുന്നതാവും. ഞാനിവിടെ ഉള്ളത് അവർ അറിഞ്ഞു, അതുകൊണ്ടാ ഇവിടെ തിരക്കി വന്നത്. മോള് പേടിക്കാതെ, അവരിവിടേക്ക് വരില്ല. അയാൾ വന്നാൽ എന്നെ കൂടെ പറഞ്ഞു വിടല്ലേ? ഇല്ല മോളെ, മോള് കുഞ്ഞിനെ കൊണ്ട് റൂമിലേക്ക് ഇരുന്നേ, ഞാൻ പുറത്തു പോയി നോക്കട്ടെ. അതും പറഞ്ഞ് അമ്മച്ചിയും പുറത്തു വന്നതും അവിടെ നിന്ന് പോകുന്ന ദിനേശിനെയും കൂട്ടാളികളെയും കണ്ടു. ധോനി മോളെ, അവർ പോയി. സത്യമാണോ അമ്മച്ചി? അതേ കൊച്ചേ, ഇനി സമാധാനത്തിലിരിക്കേ. അതും പറഞ്ഞ് അമ്മച്ചി പോയത് ധോനി ആമിമോളെ കളിപ്പിച്ചിരുന്നു. ഈ സമയം ധോനിയുടെ വീട്ടിൽ ദിനേശൻ വന്നതും മായയെ കൊണ്ട് മാറി നിന്നു. എന്തായി, അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ? ഓ, രാശു മോളെ എങ്ങോണ്ടാ മുങ്ങിക്കളഞ്ഞത് കുറെ തിരഞ്ഞു. അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്താലോ? അങ്ങനെ ചെയ്ത് അവളെ കണ്ടുപിടിച്ച അവളോട് ഞാൻ ചെയ്ത് ഓരോന്ന് എണ്ണി പറഞ്ഞ് എനിക്ക് പണി വാങ്ങിത്തരും. എന്നാലും അവളെ നന്നായി ഉപദ്രവിക്കേണ്ടായിരുന്നു. നീ തന്നെയല്ലേ അവളെ നന്നായി ഉപദ്രവിക്കാൻ പറഞ്ഞത്? അവളെനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ നീ അതുപോലെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇപ്പൊ കുറ്റം എനിക്കായോ? അത് വിട്ടുകള, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തല്ലാവും. അല്ല, നമ്മുടെ മോനെവിടെ? ഒന്ന് പതുക്കെ പറ ദിനേശേട്ടാ, ആരെയും കേട്ട എന്റെ ഇവിടുത്തെ പൊറുതി തീരും. എന്റെ കെട്ടിയോന് വിചാരം അങ്ങയുടെ കുഞ്ഞാണെന്നാ. നമുക്കെല്ലാം സത്യം അറിയൂ. അടുത്ത കുഞ്ഞിന് വേണ്ടി നമുക്ക് നോക്കണ്ടേ? അങ്ങേരിപ്പോ നാട്ടിലില്ല, വയറ്റിലല്ല, എല്ലാം കുളാവും. എന്താ ദിനേശ ഇവിടെ? എല്ലാം ഇവളെ പറഞ്ഞു തരും, ഞാൻ പോവാ. എന്താ മായേ? അമ്മയുടെ മോള് വീട്ടിൽ നിന്ന് പോയെന്ന്. ആ കുരുത്തക്കെട്ടിൽ എവിടേക്ക് പോയി? ആർക്കറിയാം, ഗുണം പിടിക്കില്ല അവള്. അതും പറഞ്ഞ് ശപിച്ച് ഓരോന്ന് പിറുപിറുത്തു പോകുന്നത് കണ്ട് മായ ഉള്ളിൽ ചിരിച്ചു. അമ്മച്ചി, അമ്മച്ചി എവിടെയാ? സാറ് വന്നു അമ്മച്ചി. സൗണ്ട് കേട്ട് നന്നായി എന്ന് കുടിച്ച പോലെ ഉണ്ട്. മോള് കുഞ്ഞിനെ പിടിക്ക്. എന്താണ് ചെക്ക? കഴിക്കാൻ എടുത്തു വെക്കുക, നല്ല വിശപ്പ്. എന്താ മണം? എത്ര എണ്ണം അടിച്ചു കയറ്റിയിട്ടുണ്ട്? 2 കുപ്പി, അത്രേ ഉള്ളൂ. അമ്മച്ചി ഇരിക്കേ. ഡേ, ഭക്ഷണം കൊണ്ടുവാ. അവൾ കുഞ്ഞിനെ ഒക്കെ തിരുത്തി ഭക്ഷണം വിളിമിയത് കുഞ്ഞിനെ കൊണ്ട് മാറിയെന്നു. മോള് ഇരിക്കും, ഞാൻ മോൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കഴിച്ചോണ്ട്. പിന്നെ കുഞ്ഞിന് കൊടുത്ത് അമ്മച്ചി മോളെ കൊണ്ടുപോയതും ധോനി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോകാൻ നിന്നതും ദേവി അവളെ, എന്താ സാർ, എന്നെ മുകളിൽ കൊണ്ടുപോയി കിടത്ത്. അതും പറഞ്ഞ് ദേവി അവളുടെ തോളിൽ കൂടെ കൈയിട്ടതും ധോനി വിറച്ചു നിന്നു. വേഗം കൊണ്ട് കിടത്ത്. എൻ്റെ ഈശ്വര, സാറിൻ്റെ വെയിറ്റ് പോലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഡീ എന്ത് നോക്കി നിൽക്കുക, നടക്ക്. സാർ, എനിക്ക് വെയിറ്റ് താങ്ങുന്നില്ല. ആണോ? അതും പറഞ്ഞ് അവളിൽ നിന്ന് മാറിയെന്ന് അവളെ എടുത്ത് പൊക്കി നടന്നു. സാർ, എന്താ ചെയ്യുന്നതിനെ താഴെ നിർത്ത്. നിനക്ക് എൻ്റെ വെയിറ്റ് താങ്ങില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കും. അവസാനം ഡി റൂമിലെത്തിയതും അവളെ നിലത്തിറങ്ങി കുഞ്ഞിൻ്റെ അടുത്തേക്ക് കിടന്നും ധോനി ആഞ്ഞ് ശ്വാസം വലിച്ചു. ഡേവി സാറിന് കള്ളു പിടിച്ച ബോധമല്ലേ, ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പോവാൻ നോക്കാം. അതും ആലോചിച്ച് അവൾ ഇറങ്ങാൻ നിന്നതും ഭിത്തിയിൽ ഡേവിയുടെയും കുഞ്ഞിൻ്റെയും നിറയെ ഫോട്ടോസ് കണ്ട് അവൾ അതിനരികിലേക്ക് നീങ്ങി. എന്ത് ഭംഗിയാ കുഞ്ഞിനെ, ഇവളെപ്പോലൊരു സുന്ദരി കുഞ്ഞിനെ ഞാനും ആഗ്രഹിച്ചിരുന്നില്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ, വിധിയില്ല. കുഞ്ഞ് വയറ്റിൽ ജന്മം കൊണ്ടപ്പോൾ അതിന് ഞാൻ പോലും അറിയാതെ വയറ്റിൽ വെച്ച് ഇല്ലാതാക്കി ആ ദുഷ്ടനും അമ്മയും കൂടെ. അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു തന്നെ. അവൾ പിന്നെ നിറകണ്ണുകൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ കേട്ട് അവൾ തിരിഞ്ഞു. കുഞ്ഞിപ്പെണ്ണിന് എന്തു പറ്റി? വാ. ഡേവിയുടെ കൈ കുനിഞ്ഞും മേലെ നിന്ന് മാറ്റി കുഞ്ഞിനെ എടുത്തതും അവൾ വാതിൽ മെല്ലെ ചാരി താഴേക്ക് നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നിന്നിട്ടും ഉറക്കമില്ലാതെ അവളുടെ മാറിൽ മുഖം പൂത്തി കിടന്നു. കുഞ്ഞിനെ വാത്സല്യത്തോടെ നോക്കി അവൾ നടന്നു. ഈ സമയം തിരിഞ്ഞെടുക്കുന്ന ഡേവി കുഞ്ഞിനരികിൽ കടന്ന് നെട്ടിയുണർന്നു. ഊർന്നു പോകാൻ നിന്ന മുണ്ട് മുറുക്കിയെടുത്ത് സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കുന്ന ധ്വനിയെ കണ്ട് അവൻ നടത്തം നിർത്തി കുറച്ചുനേരം ആ കാഴ്ച നോക്കി നിന്നു. സാർ ഉറങ്ങിയില്ലേ? പെട്ടെന്ന് ധ്വനിയുടെ ശബ്ദം കേട്ട് അവളെ നോക്കിയതും അവൻ ഇടറുന്ന കാലോടെ താഴെ എത്തി. കുഞ്ഞിനെ അരികിൽ കാണാതെ വന്നപ്പോൾ എഴുന്നേറ്റതാ. മോള് കരഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നതാ. അവൻ മോളി പൈപ്പ് തുറന്ന് മുഖം കഴുകിയതും അടുക്കളയിൽ പോയി മോരുകുപ്പി തുറന്ന് കുറച്ചെടുത്ത് കുടിച്ചു. സാർ, എന്തെങ്കിലും വേണോ? വേണ്ട എന്ന് കുടിച്ചത് കൂടിപ്പോയി. കുഞ്ഞിനെങ്ങത്താ?
ധോനി ഡേവിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതും കുഞ്ഞിന്റെ അലറിക്കരച്ചിൽ കേട്ട് ഡേവിയും ധോനിയെ ഒരുമിച്ച് ഞെട്ടി. പപ്പയുടെ മോളെന്തിനെ കരയുന്നത്? ഓ ഓ ഓ, താൻ പോയി കിടന്നോ, ഞാൻ മോളെ നോക്കിക്കൊണ്ട്. ശരി സാർ. ധോനി ഡേവി നോക്കി തിരിഞ്ഞു നടന്നതും കുഞ്ഞിന്റെ ഉറക്കമുള്ള കരച്ചിൽ കേട്ട് അവൾ പോവാതെ മടിച്ചു നിന്നു. സാർ, ഞാനെടുത്ത് നടന്നോണ്ട്. വേണ്ട. അതും പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് മുകളിലേക്ക് പോയതും ധോനി അടുക്കളുടെ അടുത്തുള്ള റൂമിലേക്ക് കയറി പായ വിരിച്ച് കിടന്നു. പാവം കുഞ്ഞ്, അമ്മ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ സമയം ഭാഗ്യമില്ല അതിന് ഒരമ്മയുടെ സ്നേഹം കിട്ടാൻ. അത്രയും ആലോചിച്ച് അവൾ കണ്ണടച്ചതും ആമിമോളെ മനസ്സിലാലോചിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഡാ ദിനേശ, എന്താ തള്ളേ, നിങ്ങൾക്കെന്താ ഉറക്കമില്ലേ? നിന്നെ അന്വേഷിച്ച് ബിനോയ് വന്നിട്ടുണ്ട്. കാശ് തിരിച്ചു വാങ്ങാൻ വന്നതാവും, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞേക്ക്. നീ മോളെ അവൻ ഉറങ്ങിയെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ശരിയമ്മേ. അതെ, ഏട്ടൻ ഉറങ്ങി. കല്യാണി പുറത്തു വന്ന് പറഞ്ഞതും ബിനോയ് അവളെ ആകെ മൊത്ത് ഒഴിഞ്ഞു നോക്കി. ഇവളാകെ മൂത്ത് പഴുത്തല്ലോ. ധോനിയെ കിട്ടിയില്ലെങ്കിൽ ഇവളങ്ങ് പോക്കാം. കാശ് കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ തള്ളയെ വരെ അവൻ തരും. പിന്നെയല്ല ഇവള്. ബിനോയ് ചേട്ടൻ എന്താ എന്നെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്നത്? ഇപ്പോഴാണ് നിന്നെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്. നമ്മളൊക്കെ ആര് ശ്രദ്ധിക്കാനാ? എന്നാ ഇനി മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ പോവാ. കല്യാണി, എവിടെയാ നീ? അപ്പൊ ശരിയല്ലോ, നമുക്ക് കാണാം. അത്രയും പറഞ്ഞ് ബിനോയ് പോയതും കല്യാണ മുഖത്ത് നാണത്താൽ ചിരി വന്നു. ഈ സമയം കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വന്നതും ഡേവി വരെ വഴിയില്ലാതെ ധോനിയുടെ റൂമിലേക്ക് നടന്നു. ധോനി, വാതിൽ തുറക്ക്. ഡേവി സാറിന്റെ സൗണ്ട് ആണല്ലോ. ഇനി മോൾക്ക് എന്തെങ്കിലും അസുഖം? അവൾ പിന്നെ കൂടുതൽ ആലോചിക്കാതെ വാതിൽ തുറന്നതും ഡേവി അവളെ നോക്കി. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. താൻ നോക്ക്. ഇങ്ങ താ സാർ. സാർ പോയി കിടന്നു. ഞാൻ മോള് ഉറങ്ങിയാൽ സാറിന്റെ അടുത്തുകൊണ്ട് കിടത്താം. ഡേവി കുഞ്ഞിനെ നോക്കി മുകളിലേക്ക് പോയത് ധോനി കുഞ്ഞിനെ എടുത്ത് നടന്നു ഉറക്കി ഡേവിന്റെ അരകിൽ കൊണ്ട് കിടത്തി അവളുടെ റൂമിലേക്ക് നടന്നു. അമ്മച്ചി, എഴുന്നേൽക്ക്, നേരം വൈകിയോ മോളെ? കുറച്ച്. ഡേവി പറഞ്ഞു. മോള് കരഞ്ഞതും മോളുടെ ഉറക്കം പോയതും. ഉറക്കം ശരിയായി അമ്മച്ചി. അല്ല, ഇന്നെന്താ? അപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. മോൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് എന്താണെങ്കിലും പ്രശ്നമില്ല. ഇങ്ങത്താ അമ്മച്ചി, ഞാൻ ഉണ്ടാക്കാം. പിന്നെ ധോനി ഉണ്ടാക്കിയതും എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. മോള്, നീ പോയി ഡേവിയെ വിളിച്ചു വാ. ഡേവി സാർ വീണ്ടും കിടന്നോ? ഉറക്കം ശരിയായില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നാൽ ആള് കുഞ്ഞിനെ കൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോകാൻ നേരം വൈകി. ഞാൻ വിളിച്ചു വരാം അമ്മച്ചി. പിന്നെ ധോനി കൈ ധാവണിയിൽ തുടച്ച് മുകളിലേക്ക് എത്തിയതും ഡേവി സാറും മോളും കിടക്കുന്നത് കണ്ട് കുറച്ചു നേരം നോക്കി നിന്നു. ഡേവി സാറെ അവൾ തട്ടി പിടിച്ചു. സാർ, സാർ, എന്താടി? സമയം കുറയായി. ഡേവി കണ്ണു തിരുമ്പി കൈയെത്തിച്ച് ഫോൺ എടുത്ത് നോക്കിയതും ചാടി എഴുന്നേറ്റു. എന്തു പറ്റി സാർ? ഒന്നില്ല, വേഗം എന്താ അതിലെന്തെങ്കിലും ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കും. അത്രയും പറഞ്ഞ് ഡേവി വാഷ്റൂമിൽ കയറിയതും ധോനി ബ്ലാക്ക് കളർ ഷർട്ട് തേച്ച് മടക്കി വെച്ചു കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് ഇറങ്ങി. എന്തായി മോളെ, അവൻ എഴുന്നേറ്റോ? എഴുന്നേറ്റ അമ്മച്ചി. ആമിക്കുട്ടി വാ. അമ്പടി കള്ളി, ഇപ്പൊ ഈ അമ്മച്ചി നിനക്ക് വേണ്ടേ? അമ്മച്ചി, ഞാൻ ഇറങ്ങാ. എന്താണ് ഇത്ര ധൃതിയിൽ പോകുന്നേ? ഇന്ന് മീറ്റിംഗ് ഉണ്ട് സേവിയറായിട്ട്. അത്രയും പറഞ്ഞു പോയതും ധോനി അമ്മച്ചിയെ നോക്കി. സാർ ഒന്നും കഴിച്ചില്ല, നേരം വൈകിയതുകൊണ്ടാ. ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആവുമല്ലോ. സേവിയർ ഡേവിയുടെ ആജന്മ ശത്രുവാണ്. മോൾ ഇവിടുത്തെ പള്ളി കണ്ടിട്ടില്ലല്ലോ. ആ പള്ളിയുടെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, കുറച്ച് ഒരു 30 സെന്റ് കാണും. അത് സേവിയർ എങ്ങനെയെങ്കിലും കയ്യിലാക്കി അവിടെ ഒരു ബാർ തുടങ്ങാനുള്ള പരിപാടിയാണ്. പള്ളിയുടെ അടുത്തോ? അവന് കർത്താവിനൊന്നും വിശ്വാസമില്ല മോളെ. ആളുകളെ പറ്റിച്ചും വിറ്റിച്ചും പണം ഉണ്ടാക്കണമെന്ന് അവന്റെ ലക്ഷ്യം. ഡേവിയുടെ അപ്പന്റെ അനിയന്റെ മകനാണ് സേവിയർ. അവിടെ വീട്ടുകാർ എങ്ങനെയാ? ഇവന്റെ അമ്മയും പെമ്പറുത്തി വെച്ച പാവൊരു കുഞ്ഞുണ്ട്. ഇപ്പൊ വയസ്സ് 3 അടുത്ത വിശേഷം ഉണ്ടായിരിക്ക. ഇപ്പൊ 4-5 മാസമായി. പള്ളിയിൽ പോകുമ്പോൾ കാണും, സംസാരിക്കാനൊന്നും നിൽക്കില്ല. സേവിയർ അവിടെ ഉള്ളത് കൊണ്ട് മോൾ എന്നാൽ കുഞ്ഞിനെ നോക്ക്. ഞാൻ ഒന്ന് കുളിച്ചു വരാം, മേലൊക്കെ നല്ല വേദന. ശരി അമ്മച്ചി. പിന്നെ ധോനി കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു. അവിടെ എല്ലാം ഒരുക്കി കുഞ്ഞിനൊപ്പം കളിച്ചിരുന്നു. ഡി കല്യാണി, ഒന്ന് നിൽക്ക്. ബിനോയുടെ എന്താ ഇവിടെ? നിന്നെ കാണുന്നെന്താ? എന്നെയോ? അതെ, എന്തിന്? ഞാൻ വളച്ചുകെട്ടില്ലാതെ പറയാം. എനിക്ക് നിന്നെ ഇഷ്ടാ. നീ ആലോചിച്ച് തീരുമാനം പറ. അത്രയും പറഞ്ഞ് ബിനോയ് കല്യാണിയുടെ അടുത്ത് നിൽക്കുന്ന പെണ്ണിനെ നോക്കി കള്ളച്ചിരി ചിരിച്ചു പോയതും ആ പെൺകുട്ടി കല്യാണിയെ നോക്കി. ഡി ബിനോയേട്ടൻ നല്ല ഏട്ടനാ. ഏട്ടന്റെ വീട് നീ കണ്ടിട്ടുണ്ടോ? എന്തു വലിയ വീടാ. കൂടെ നല്ല കാശുകാരനാണ്. നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ രാജകുമാരിയെ പോലെ ബിനോയ് ഏട്ടന്റെ വീട്ടിൽ താമസിക്കാം. അത്രയും വലിയ വീടാണോ? ആണോന്നോ? നീ കണ്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇന്ന് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. നല്ല പണക്കാരനാണെങ്കിൽ ഞാനൊക്കെ സുഖിച്ച് ജീവിക്കാലോ. അതും പറഞ്ഞ് കല്യാണി നടന്നതും വിനീത് ബിനോയ് സക്സസ് എന്ന മെസ്സേജ് വിട്ടതും അവന്റെ ചുണ്ടിൽ ഗൂഢമായി ചിരി വിരിഞ്ഞു. ഈ സമയം പാലക്ക വീട്ടിൽ ഒരു കാറ് വന്നു നിന്നതും ധോനി വാതിൽ തുറന്നതും ഒരുവൾ അവളെ തട്ടിമാറ്റി പുച്ചച്ചിരിയോടെ ഉള്ളിലേക്ക് നടന്നു. അമ്മച്ചി, ഇവളാണോ പുതിയ വേലക്കാരി? ലീന, നീ എന്തിനാ വേലക്കാരി എന്നൊക്കെ പറയുന്ന ഈ മോളെ? എനിക്ക് ഇങ്ങനെ പറയാൻ അറിയൂ അമ്മച്ചി. വാ ക്രിസ്റ്റി, 2 ദിവസം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞിട്ട് ഇവള് ധൃതി കൂട്ടി വന്നതാ.
അല്ല ഇതാണോ ധോനി ചേച്ചി? അതേടാ മോളെ, ഇതാ എൻ്റെ 3ാമത്തെയും 4ാമത്തെയും വിത്തുകൾ. ഹായ് ചേച്ചി, ഞാൻ ക്രിസ്റ്റി. പറഞ്ഞിരുന്നു അമ്മച്ചി നിങ്ങളെപ്പറ്റി. ക്രിസ്റ്റി ഇപ്പോൾ എന്ത് ചെയ്യാ? ഞാൻ ഡിഗ്രി 2nd ഇയർ. ലീനയെന്ന് എന്നെ വിളിക്കാൻ നിനക്കൊരു അധികാരം തന്നത്? എന്നെ വിളിക്കുമ്പോൾ ലീനമേട എന്ന് വിളിക്കണം, മനസ്സിലായോ? ഞാൻ അങ്ങനെ വിളിച്ചോണ്ട്. ലീന, നീ ഈ മോളെ വേലക്കാരിയായി കണക്കാക്കുന്നില്ല. അമ്മച്ചി കണക്കാക്കണ്ട, പക്ഷെ ഞാൻ കണക്കാക്കിക്കൊള്ളാം. അത്രയും പറഞ്ഞ് ലീന ധോനിയെ നോക്കി കയറിപ്പോയതും അമ്മച്ചി ധോനിയെ നോക്കി. അവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ആരോട് എന്തൊക്കെയാ പറയണമെന്ന് അവൾക്കറിയില്ല. മോളൊന്നും കാര്യാക്കണ്ട. അത്രയും പറഞ്ഞ് അമ്മച്ചി പോയതും ക്രിസ്റ്റി ധോനിയെ നോക്കി. എൻ്റെ ധോനി ചേച്ചി, എൻ്റെ ലീന ചേച്ചി അഹങ്കാരത്തിന് തലയ്ക്ക് പിടിച്ച മുതലാ. പാവപ്പെട്ടവരെ കണ്ണിന് പിടിക്കില്ല, അതേ സ്ഥാനത്ത് പണക്കാരെ ഒട്ടി നിൽക്കും. അതുകൊണ്ട് അവൾ ആരാധികം മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കാൻ നോക്കും. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. എവിടെ കുഞ്ഞിപ്പെണ്ണ്? ഉറക്ക. ഈ ദിവസം കൊണ്ട് അവൾ നന്നായി മിസ് ചെയ്തു. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇച്ചായൻ പറഞ്ഞു ലീനയ്ക്കൊപ്പം പോവാൻ. ഇച്ചായന് ശരിക്കും അറിയാം അവളുടെ സ്വഭാവം, അതുകൊണ്ട് എന്നെ കൂടെ വിടും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് പിന്നെ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഫ്രഷായി വരട്ടെ. പിന്നെ ധോനി ചേച്ചിയുടെ സ്പെഷ്യൽ എടുത്തു, ഞാൻ വേഗം എടുത്തു വെക്കാം. പിന്നെ ക്രിസ്റ്റി പോയത് ധോനി രാവിലത്തെയും ഉച്ചത്തെയും പണികൾ വേഗം തീർത്തു വെച്ചു. ഡാ ജോണി, സീവർ ഇവിടെ. അവൻതാ അവിടെ ഉണ്ട്. ഡേവി പിന്നെ രാവിലെ തന്നെ നന്നായി മൂന്നിട്ടാ വന്നിരിക്കുന്നത്. എത്തിയോ ഡേവി തമ്പുരാൻ? സേവിയറെ, നീ കൂടുതൽ നിന്നിട്ട് കാര്യമില്ല. ഈ സ്ഥലം നിന്റെ ആവശ്യത്തിന് കിട്ടില്ല. എനിക്ക് കിട്ടില്ലെങ്കിൽ നിനക്കും കിട്ടില്ല. 2 അപ്പന്മാരുടെ പേരിലാണ് ഈ ഭൂമി. നീ തന്നെ എനിക്ക് ഒപ്പിട്ട് തരും. ഇനി താനില്ലെങ്കിലും ആ ഭാഗം എൻ്റെ പേരിലുള്ളത് പള്ളിക്ക് കൊടുക്കും. ജോണി വാ പോവാം. സേവിയറെ, അത് ഡേവിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ നോക്ക്. ആ ഇട്ടിച്ച് ഒരു 1.5 കോടി ഈ സ്ഥലത്തിന് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ ഇവിടെ വാറ് വന്നാൽ ഫ്രീ ആയി കുടിക്കുകയും ചെയ്യാം. ഞാൻ എത്രയ്ക്ക് ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ലല്ലോ. ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്താ? അവൻ ആരറിയോ തട്ടിക്കളയാ. ആ പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് ഒരു തീരുമാനമാക്കണം. അവൻ ഡേവി പോകുന്ന നോക്കി പറഞ്ഞതും പുറകിൽ നിൽക്കുന്ന ജോബിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഡേവിച്ചായ, ആ പെണ്ണെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കാണാൻ എങ്ങനെയാ? നിനക്കെന്തിനാ? അവൾ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട്? വെറുതെ ചുമ്മാ. ഞാനും ഉണ്ട് വീട്ടിലേക്ക്. ക്രിസ്റ്റി വിളിച്ചിരുന്നു വീട്ടിലെത്തിയെന്ന് പറഞ്ഞ്. അവർ എത്തിയോ? കുറച്ചു മുമ്പ് എത്തി. പിന്നെ ആ ദിനേശൻ ഇപ്പോഴും ആ പെണ്ണിനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എന്തായാലും അന്വേഷിച്ച് ഈ ഡേവിയുടെ വീട്ടിലെത്തില്ല. അത് ശരിയാ, ജീവന് കൊതിയുള്ളവർ ആ പടി ചവിട്ടില്ല. നീ വീട്ടിലേക്കുണ്ടോ? ഉച്ചത്തേക്കുള്ളത് അവിടെ ഒന്ന് കൂടാം. പിന്നെ ഡേവി ജോണിയെ കൊണ്ട് വീട്ടിലെത്തിയതും ക്രിസ്റ്റി അവിടെ അടുത്തേക്ക് വന്നു. നീ എന്താ വരുന്നത് പറയാതിരുന്നത്? ഞാൻ വരുമായിരുന്നല്ലോ കൊണ്ടുവരാൻ. അവൾക്ക് വേഗം വരണമെന്ന് പറഞ്ഞു വന്നതാ. അമ്മച്ചി ഭക്ഷണം എടുത്തോ? എടുത്തു വെച്ചിട്ടുണ്ടാ. അവളെവിടെ? സായത്തിന് വെച്ചിട്ട് അവളെ കാണുന്നില്ല. പാവം, ആ ചേച്ചി അവളുടെ ഡ്രസ്സെല്ലാം കഴുകാൻ നിൽക്കുക. നീ എന്താ പറഞ്ഞു വരുന്നത്? ലീന ചേച്ചി ഇട്ടതേയും ഇടാത്ത ഡ്രസ്സെല്ലാം പുറത്തുകൊണ്ട് ഇട്ട് ധോനി ചേച്ചിയോട് കഴുകാൻ പറഞ്ഞു. ഒപ്പം വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്തിട്ടു. പാവം, ഇപ്പൊ പുറത്തുനിന്ന് തിരുമ്പുക. അത്രയും ക്രിസ്റ്റി പറയാൻ നിർത്തിയതും ഡേവി ദേഷ്യത്തിൽ ലീനയുടെ അടുത്തെത്തിയതും അവൾക്കിട്ട് പൊട്ടിച്ചു. അത് കണ്ട് ക്രിസ്റ്റി ചിരിയടക്കി നിന്നു.